അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ ദിക്റിനെ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം പതിവാക്കിയാൽ രോഗം വരാതിരിക്കാനും വന്ന രോഗത്തെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗം ശിഫ നൽകാനും ഇത് കാരണമാകുന്നു. വാർദ്ധക്യ സഹജമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ആളുകൾക്കിടയിൽ വഷളത്തരമുണ്ടാക്കുന്ന രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനും ഈ ദിക്റിനെ എല്ലാ ദിവസവും പതിവാക്കുക. മാറാ രോഗങ്ങൾ, പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ തുടങ്ങി എല്ലാവിധ രോഗങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുന്നു. ഒരിക്കൽ അങ്ങേ അറ്റം വാർദ്ധക്യം ബാധിച്ച ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന്, എനിക്കൊരു ഇൽമ് പഠിപ്പിച്ചു തരിക നബിയെ എന്ന് പറഞ്ഞു. അത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്രയും ഈ വാർദ്ധക്യത്തിലും നടന്നു വന്ന അങ്ങേക്കു വേണ്ടി, അങ്ങ് നടന്നു വന്ന വഴിയിലുള്ള മരങ്ങളും കല്ലുമെല്ലാം അങ്ങേക്കു വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്. കൂടാതെ ഈ ദിക്റിനെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. സുബഹി നിസ്കാര ശേഷം സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി 3 തവണ ചൊല്ലുക. ശേഷം അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിമ്മാ ഇൻദക വഅഫിദ് അലയ്യ മിൻ ഫളിക വൻഷുർ അലയ്യ മിൻ റഹ്മതിക വഅൻസിക് അലയ്യ മിൻ ബറകാതിക എന്ന് 3 തവണ ചൊല്ലുക. അർത്ഥം: അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിമ്മാ ഇൻദക, അല്ലാഹുവേ, നിന്റെ അടുക്കലുള്ള എല്ലാ ഖൈറിനെയും ഞാൻ നിന്നോട് തേടുന്നു അല്ലാഹ്. വഅഫിദ് അലയ്യ മിൻ ഫളിക, നിന്റെ ഔദാര്യം എനിക്ക് നീ ചൊരിഞ്ഞു തരണമേ അല്ലാഹ്. വൻഷുർ അലയ്യ മിൻ റഹ്മതിക, നിന്റെ വിശാലമായ കാരുണ്യം എന്നിലേക്ക് നീ ഇറക്കിത്തരണമേ അല്ലാഹ്. വഅൻസിക് അലയ്യ മിൻ ബറകാതിക, നിന്റെ ബറക്കത്തുകൾ എനിക്ക് നീ ഇറക്കിത്തരണമേ അല്ലാഹ്. ഇങ്ങനെ 3 തവണ ചൊല്ലിക്കൊണ്ട് എല്ലാവിധ രോഗങ്ങളെ തൊട്ടും അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക. വന്ന രോഗത്തെ തൊട്ട് ശിഫയ്ക്ക് വേണ്ടി അള്ളാഹുവിനോടായി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവിധ രോഗങ്ങളെ തൊട്ടും നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.